Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ചെയ്യാൻ പറ്റുന്ന 8 ടിപ്സ് ആണ്. ഇത് കിച്ചൺ ടിപ്സ് അല്ല, അല്ലാത്ത കുറച്ച് ടിപ്സ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഹാങ്ങറുകൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയ ഹാങ്ങറുകൾ എല്ലാവരും തന്നെ കളയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ പൊട്ടിയ ഹാങ്ങറിന്റെ നല്ലൊരു ഉപയോഗമാണ് പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ ഹാങ്ങറിന്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു പീസ് മുറിച്ചെടുക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഹാങ്ങർ ഞാൻ മുറിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലുള്ള 2 പീസാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സോ ആണ്. ഇനി നമ്മൾ മുറിച്ചെടുത്ത ഈ ഹാങ്ങറിൻ്റെ പീസസ് ഈ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ സൈഡിലായിട്ട് ഈ രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ അടുത്ത സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഹാങ്ങറിൻ്റെ പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 2 സൈഡിലും ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് പുറത്തായിട്ട് നമുക്ക് ഈ ഹാങ്ങറിൻ്റെ പീസസ് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഞാൻ 2 സൈഡിലും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അണ്ടർ ഷെൽഫായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അടിഭാഗത്ത് എക്സ്ട്രാ ഒരു സ്റ്റോറേജ് കൂടി കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കബോർഡിനുള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡ്രസ്സുകളും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിത് ഇട്ട് വെക്കാവുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു അടപ്പും ഒരു കാർഡ്ബോർഡ് റോളും വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് വെച്ച് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള അടപ്പ് തന്നെ വേണമെന്നില്ല. ഏത് ടൈപ്പ് അടപ്പോ അല്ലെങ്കിൽ പഴയൊരു പ്ലേറ്റോ ഒക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കാർഡ്ബോർഡ് റോളിന് പകരമായിട്ട് PVC പൈപ്പൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് ഈ അടപ്പിന് മുകളിലായിട്ട് ഈ കാർഡ്ബോർഡ് റോൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കാർഡ്ബോർഡ് റോള് ഈ അടപ്പിന് മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ കിച്ചൺ ടിഷ്യൂ ഒക്കെ ഇടാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ യൂസ്ഫുള്ളാണിത്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഇത് നമുക്ക് ബാങ്കിൾ സ്റ്റാൻഡായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. കുട്ടികളുടെ വളകളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ടിഷ്യൂ പേപ്പർ റോളിനൊക്കെ ഉള്ളിലുണ്ടാവുന്ന കാർഡ്ബോർഡ് റോള് വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി ഐഡിയയാണ്. ഇപ്പം ഞാൻ ആദ്യം ഈ കാർഡ്ബോർഡ് റോളിൻ്റെ താഴ്ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ 4 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. ഇപ്പം ഇത് നല്ല പോലെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് വിട്ടു പോരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ക്ലോസ് ആയി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിന് നല്ല ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാനിത് പകുതിയായിട്ട് മുറിക്കുകയാണ്. എന്നിട്ട് ആ മുറിച്ച പീസും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 2 എണ്ണം ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പെൻ സ്റ്റാൻഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലൊക്കെ പെന്നും പെൻസിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് കാണിക്കുന്നതും പൊട്ടിയ ഹാങ്ങർ വെച്ചിട്ടുള്ള ഒരു ഐഡിയയാണ്. ഇതിൻ്റെ ഈ 2 സൈഡിലുള്ള ഈ പീസസ് തന്നെയാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത്. ഇതിലൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് ക്ലോത്ത് പീസും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത സൈഡിലും ടിഷ്യൂ പേപ്പർ ചുറ്റിയിട്ട് റബ്ബർ ബാൻഡ് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് വിൻഡോസിൽ കർട്ടന് പകരം ബ്ലൈൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ നല്ല ക്ലോത്ത് പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്താലും മതി. അതേപോലെ തന്നെ ജനലിൻ്റെ കമ്പികളും അങ്ങനെയുള്ളതൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും.
അടുത്തതായിട്ട് പറയുന്നത് ഹാങ്ങറിൽ എങ്ങനെ നല്ല രീതിയിൽ പാൻസ് തൂക്കിയിടാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു രീതിയിലാണ് തൂക്കിയിടാറുള്ളത്. പക്ഷേ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് താഴോട്ട് പെട്ടെന്ന് തന്നെ വീണ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ അയൺ ചെയ്തൊക്കെ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ചുളുക്ക് വീഴാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെ വൃത്തിയായിട്ട് ഹാങ് ചെയ്തിടാമെന്ന് നോക്കാം. നമുക്ക് പാൻറ് ഇതേപോലെ ഒരു കാലിൻ്റെ ഭാഗം അങ്ങോട്ടും ഒരു കാലിൻ്റെ ഭാഗം ഇങ്ങോട്ടും ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. നമ്മൾ അയൺ ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഒരു ചുളുക്ക് പോലും വീഴാണ്ട് നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് വീണു പോവില്ല. അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഇതേപോലെ വെച്ച് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് പറയുന്നത് ഇതേപോലെയുള്ള സീരിയൽ ബോക്സ് വെച്ച് ചെയ്യുന്ന ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. ഞാനിവിടെ ഈ ബോക്സസ് രണ്ടും കൂടെ ഒന്ന് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് തരം ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ബോക്സസ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ 4 സൈഡിലും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വരച്ച ഭാഗത്തു കൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പേപ്പർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന റാപ്പ് വെച്ചിട്ടും കവർ ചെയ്യാം. എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു നീല കളറുള്ള പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കവർ ചെയ്തെടുത്തപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബുക്കൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതുപോലെ ബോക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങറുകൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡ്രസ്സുകളൊന്നും ഹാങ് ചെയ്തിടാനായിട്ട് പറ്റില്ല. ഷർട്ടുകളൊക്കെ ഹാങ് ചെയ്തിടാം. പക്ഷേ ഈ ഹാങ്ങറിൻ്റെ ഈ പൊട്ടിയ ഭാഗത്ത് തൂക്കിയിടാനായിട്ട് പറ്റില്ല. പൊട്ടിയ ഹാങ്ങറിൽ നമുക്ക് ഈ പൊട്ടിയ ഭാഗത്ത് തന്നെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് റോളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് റോളില്ലെങ്കിൽ PVC പൈപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഈ കാർഡ്ബോർഡ് റോൾ നമുക്ക് ഈ പൊട്ടിയ ഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ വലിച്ചാലൊന്നും പോരില്ല. അപ്പോൾ ഈ പൊട്ടിയ ഹാങ്ങറിലും നമുക്ക് ഇനി മുതൽ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്തിടാം. നമ്മൾ ഫ്ലോർ അടിച്ചു വാരിക്കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഭാഗത്തൊക്കെ മുടിയോ അല്ലെങ്കിൽ ചെറിയ നൂലുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അടിച്ചു വാരുമ്പോൾ ചിലപ്പോൾ മുഴുവനായിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ മുടിയും ചെറിയ നൂലൊക്കെ പെട്ടെന്ന് അടിച്ചു വാരുമ്പോൾ തന്നെ കിട്ടാനായിട്ടുള്ളൊരു ട്രിക്കാണ് പറയുന്നത്. ഇതിനായിട്ട് ഞാനൊരു ടേപ്പ് ഈ ബ്രഷിന് മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പകുതി ഭാഗം പുറത്തേക്കായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പേപ്പർ ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിലത്തുള്ള മുടിയും നൂലുകളും ഒക്കെ ഇതിൽ സ്റ്റിക്കായിക്കോളും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നിലത്തുള്ള ചെറിയ ചെറിയ മുടികളൊക്കെ ഉണ്ടെങ്കിൽ അതും നൂലുകളും ഒക്കെ അതിൽ സ്റ്റിക്ക് ചെയ്തോളും. അതേപോലെ തന്നെ ഈ മുടിയൊക്കെ ഈ അടിച്ചു വരുന്ന ഈ ബ്രഷിലൊക്കെ ആയിട്ട് ആകെ വൃത്തികേടാവുമില്ല. നമ്മൾ ഒട്ടിക്കുന്ന ഈ ടേപ്പ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലോർ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലപോലെ തന്നെ ടേപ്പിൽ അഴുക്കൊക്കെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയും ചെയ്യും. ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ 8 ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്